ഇതാണ് ഞങ്ങൾ പറഞ്ഞ വൈക്കത്തെ സൈറ്റ്. എന്താ വൈബ് നോക്കും, നല്ല അടിപൊളി പാടം. പിന്നെ നമ്മളെ ക്ലൈൻറ്റിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അത് നോക്ക്, പണ്ടത്തെ പെട്ടിയും പറയുന്നത് കാണണ്ട നമുക്ക് കാണണ്ട. ഇതാണ് നമ്മളെ വീടിൻ്റെ മുതലാളി അനന്തു. അനന്തു എന്താണ് ശരിക്കും? അനന്തു കെ എൻ അല്ല, അനന്തു ഒരു പെൻസിൽ ആർട്ടിസ്റ്റാണ് അല്ലേ? പെൻസിൽ ആർട്ടിസ്റ്റ്. അനന്തുവിന് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തെല്ലാം ഫേമസ് ആയിരുന്നു പേജ്. അത് ഫേസ്ബുക്ക് പേജ് അല്ലേ, ഇൻസ്റ്റാഗ്രാം പേജ്. പിന്നെ അനന്ത് ഭയങ്കര വൈറലാണ്. മറ്റേ ഇപ്പോൾ ഇവിടുത്തെ ഇതിലൊക്കെ വന്നിരുന്നില്ലേ, റേഡിയോ FM വന്നിരുന്നില്ലേ? പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആർക്കും അറിയണ്ടാവില്ല അല്ലേ? പിന്നെ ഇനി ഫേസ് ആർക്കും പബ്ലിസിറ്റി ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ നമുക്ക് വീട് കാണിച്ചു കൊടുക്കാം. എല്ലാവർക്കും വീടിൻ്റെ അപ്ഡേറ്റ് അറിയണ്ടല്ലോ അല്ലേ? വേറെ ആൾക്കാർക്ക് അറിയണ്ട. ഇത് ഇതൊക്കെ പറഞ്ഞ മൂപ്പരുണ്ട്. സൈറ്റിലെ അപ്ഡേഷൻസ് കാണിച്ചു കൊടുക്കാം. ഇത് നമ്മൾ എത്ര ദിവസമായി ഉണ്ടാവും ഇപ്പോൾ തുടങ്ങിയിട്ട്? നമ്മൾ 19 തീയതി തുടങ്ങിയത് അല്ലേ? ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് 2000 സ്ക്വയർ ഫീറ്റിന് എത്ര ടൈമേ പറഞ്ഞത്? ഫെബ്രുവരിയിലേക്ക് ആവുള്ളതാണ്. അതല്ല, വർക്ക് ചെയ്യാൻ 2000 സ്ക്വയർ ഫീറ്റിന് 2 മാസമല്ലേ പറഞ്ഞത്? 2 മാസം. ഇപ്പോൾ ഇന്നേക്ക് 14 ദിവസം ആയിട്ടുള്ളൂ. 14 ദിവസത്തെ അപ്ഡേറ്റാണ് കാണിക്കുന്നത് കേട്ടോ. ക്യാമറമാൻ ഞങ്ങളിവിടെ ഓടി അല്ലെങ്കിൽ നടക്കില്ല. കുറച്ചും കൂടെയൊക്കെ ഉണ്ട്. ഇത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് നേരെ കയറി ചെല്ലുന്ന ഹാളിലേക്കാണ്. വലിയ ഹാളാണ്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ആൾക്കാർക്ക് ഈ കോൺക്രീറ്റ് വാളിൽ വീട് വയ്ക്കുമ്പോൾ ചെറിയ സംശയങ്ങളുണ്ട്. 12 റൂം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. ഇത് ഏകദേശം 5 മീറ്റർ വൈഡും 6 മീറ്റർ ലെങ്ത്തുള്ള ഹാളാണ്. ഇതല്ലേ അതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം? ഇതാണ് മെയിൻ ബെഡ്റൂം. ഇങ്ങോട്ട് വന്നോ? മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നോ? ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഏകദേശം ഒരു 4 മീറ്റർ ലെങ്ത്ത്, ഒരു 3.5 മീറ്റർ വൈഡ്. 12 അടിയിനേക്കാളൊക്കെ ഒരുപാട് ലെങ്ത്ത് കൂടുതലുണ്ട്. അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരും. ഏകദേശം നമ്മൾ ചുമരായി. നമുക്ക് 2000 സ്ക്വയർ ഫീറ്റ് നമ്മൾ സാധാരണ പറഞ്ഞത് 2 മാസം. പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് 1 മാസം കൊണ്ട് ചുമരിൻ്റെ വർക്ക് തീർക്കും. 1 മാസം കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ചെയ്യും. അത് രണ്ടാമത്തെ ബെഡ്റൂം. നമ്മൾ ഈ വീടിൻ്റെ DB ബോക്സ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇൻവേർട്ടറിൻ്റെ ഒരു പോയിന്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ 4 പൈപ്പ് പോയിട്ടുണ്ട്. ഈ 4 പൈപ്പും ക്യാമറേൻ്റെ പൈപ്പ് അല്ലേ? ഇത് ക്യാമറയ്ക്ക് ഇട്ട് കൊടുത്തല്ലേ? നമ്മൾ ക്യാമറയ്ക്ക് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇലക്ട്രിക്കൽ മാത്രമല്ല, ക്യാമറ അങ്ങനെ ചുമരിൽ പോണ കംപ്ലീറ്റ്, അതായത് 100% നമുക്ക് അത് ചെയ്യണ സമയത്ത് തന്നെ കറക്റ്റായിട്ട് പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥലത്തും, അതായത് വേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് പോയിന്റുകളെല്ലാം ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം രണ്ടാമത് പോയിന്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പൊളിക്കേണ്ട ഒരു ആവശ്യമില്ലാതിരിക്കാൻ പറ്റാണ്. പിന്നെ ജനൽ ഇതാണ് ഞങ്ങളുടെ ജനൽ. ടാറ്റാ സ്റ്റീലിൻ്റെ 4 കള്ളി ജനലാണ്. സാധാരണ നോർമൽ വീടിന് 3 കള്ളി ഉണ്ടാവുക. അത് 4 കള്ളി ജനലാണ്. അത് കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഇത് കാണിച്ചു കൊടുക്കുക. കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഇതേപോലെ ആ ജനലിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിലും കൂടി കോൺക്രീറ്റ് ഫില്ലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇവിടെയൊക്കെ എന്തെങ്കിലും ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് ഫുള്ളായിട്ട് 7 അടിയിൽ ഗ്ലാസ് ആണ് വരുന്നത്. അത് കാരണമാണ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. 7 അടിയുടെ മുകളിലേക്ക് മാത്രമേ ചുമര് വരുന്നുള്ളൂ. ഫുൾ ഫിക്സഡ് ഗ്ലാസ്സാണ് കൊടുക്കുന്നത് എല്ലാ ബെഡ്റൂമിനും. 3 ബെഡ്റൂമിനും ഫിക്സഡ് ഗ്ലാസ്സാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ഇനി അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സും ഇത് TV യൂണിറ്റിനുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സും നമ്മൾ ഓൾറെഡി കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. തള്ളി മാറ്റാൻ ജയരാജ് ഉണ്ടെങ്കിൽ ജയരാജ് ചോദിച്ചു വായിക്കും. കോൺക്രീറ്റ് കൂടുന്നതിനേക്കാളും കൂടുതലിനേക്കാളും നല്ല തള്ളാണ്. നമ്മളിപ്പോ 14ാമത്തെ ദിവസം നമ്മളെ വീട്
കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഞങ്ങളൊരു ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ ഇത് ഫുള്ള് ഫിനിഷാക്കും. മെയിൻ സ്ലാബിന്റെ പണി തുടങ്ങും. അടുത്ത സൈറ്റിലേക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് വേഗം തീർക്കേണ്ടതുണ്ട്. ഇപ്പൊ 2200 ആണെന്നുണ്ടെങ്കിൽ അടുത്ത സൈറ്റിലേക്ക് എടുക്കേണ്ട 3000 ഞങ്ങൾക്ക് 6000 കിട്ടിയാൽ ഞങ്ങൾ ചെയ്യും. 6000 നമ്മൾ കിട്ടിയിട്ട് വേണ്ട പറഞ്ഞു ഒഴിവാക്കി. ഇത് നമ്മളെ എല്ലാ റൂംസിൻ്റെയും ഔട്ട് സൈഡ് ആയിട്ട് ഒരു 1 മീറ്ററിലൊരു വരാന്ത പോലെ വരുന്നുണ്ട്. അതിനാണ് ഈ പുറത്തേക്കുള്ള ഈ സ്റ്റെപ്പ്. അപ്പോൾ നമ്മളെ മെയിൻ സ്ലാബ് ഏകദേശം 1 മീറ്ററിൻ്റെ എബവ് ആയിട്ടായിരിക്കും നിൽക്കുക. അതിപ്പോൾ എല്ലാ ഇതും ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൻ്റെ ഒക്കെ പുറത്തേക്കുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇതിനൊന്നും ജനലിന് സൺഷെയ്ഡ് ഇടാത്തത്. കാരണം മെയിൻ സ്ലാബ് തന്നെ 1 മീറ്ററും 10 സെൻറ്റിമീറ്ററായിട്ട് തള്ളിയിടാൻ വേണ്ടി ഉള്ളതാണ്. നമ്മളിതിൽ മെയിൻ സ്ലാബ് കൂടുതലായിട്ട് തള്ളുന്നത് കൊണ്ട് നമ്മൾ എല്ലാ വീടിൻ്റെയും നമ്മളുടെ മെഷർ ചെയ്യുന്നത് മെയിൻ സ്ലാബിൻ്റെ സ്ക്വയർ ഫീറ്റാണ്. നമ്മൾ നോർമൽ രീതിയിൽ വീട് ചെയ്യുമ്പോൾ 8 ഇഞ്ചാണ് ചാട്ടം ഉണ്ടായിരിക്കുക. അപ്പോൾ 8 ഇഞ്ച് ചാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നോർമൽ. അപ്പോൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇതേപോലെ ഒരുപാട് പ്രൊജക്ഷൻ ചെയ്യുകൊണ്ടാണ് നമ്മൾ മെയിൻ സ്ലാബ് മെഷർ ചെയ്യണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. നമ്മൾ അവർ പറയണ അത്രയും തള്ളിയിടുന്നത് കൊണ്ട് നമുക്കൊരു ഇഷ്യൂ വരുന്നില്ല. കാരണം സൺഷെയ്ഡ് 2 ഇഞ്ച് ഇടുന്ന പോലെയല്ല. മെയിൻ സ്ലാബ് ഇടുമ്പോൾ അത് 4 ഇഞ്ചിൽ 1 മീറ്റർ തള്ളിയിടുമ്പോൾ അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് ആയിരിക്കും. അവിടെ ഇപ്പോൾ കാണുന്നത് മണി കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അസനോട് ഹിന്ദി സംസാരിക്കാനാണ്. അപ്പോൾ ലൈറ്റിൻ്റെ പോയിൻ്റൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മണിയെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആ മനസ്സിലായില്ലേ? ഇനി മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജയരാജനോട് ചോദിച്ചോ. എന്നാ മതി. എല്ലാരും ചോദിക്കുന്നത് 2ാം നിലയുടെ മുകളിൽ ചെയ്യില്ല. നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇതിപ്പോ ഇവിടെ ഇത്ര സ്ഥല സൗകര്യം ഉണ്ടായിട്ട് തന്നെ ഇത്ര റിസ്ക് ആണ്. ഇതിപ്പോ 10 അടി ചുമര്. ഇപ്പൊ 2ാം നിലയാണെന്നുണ്ടെങ്കിൽ പൊട്ടി വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഈ റേറ്റിന് എന്തായാലും ചെയ്ത് കൊടുക്കാനും പറ്റില്ല. പക്ഷെ അവർക്ക് ചോദിക്കുമ്പോ എന്താണ് കാറ്റ് മുകളിലാകുമ്പോ എന്താ റേറ്റ് വ്യത്യാസം ചോദിക്കുന്നത്. അത് കല്ലുകൊണ്ട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീടിന്റെ ഉള്ളിൽ നിന്നിട്ട് എല്ലാം പെറുക്കി വെച്ചാൽ മതി അവർക്ക്. അങ്ങനെ ചില ആൾക്കാർ വീഡിയോ മൊത്തം കാണൂലേ. അവര് ചുമര് വേറെ എവിടെ നിന്ന് കൊടുന്ന് വെക്കാന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ സാധനം അവിടെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കാന്നുള്ള അവർക്ക് അറിയില്ല. ഇത് ആദ്യം അവർ വന്ന് കണ്ടിട്ട് പറയണം. അല്ലാണ്ട് വീഡിയോ കണ്ടിട്ട് മാത്രം കാര്യമില്ല. നമ്മളെ സൈറ്റിൽ വന്ന് നോക്കിയിട്ട് നമ്മളെ വർക്ക് ആദ്യം അവർ കാണണം. ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയില്ല. അല്ല, ഇതാണ് നമ്മളോട് അധികം ആൾക്കാരും വിളിച്ചിട്ടേ അപ്സ്റ്റെയർ ചെയ്ത് തരും വയ്ക്കണത്. ഇതിപ്പോ ഉള്ളിലാകുമ്പോ നമുക്ക് നില ഉണ്ടായിട്ട് എത്ര ബുദ്ധിമുട്ടാ. പത്തടി ചുമരിന്റെ ഉയരം വെക്കാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാ. അപ്പൊ പിന്നെ 2ാം നിലേന്റെ പുറത്ത് ചുമരൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഇത് കയറ്റി വെക്കുക. നമുക്ക് ഷീറ്റ് കയറ്റാനൊരു ഒരു ക്രെയിൻ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും ഷീറ്റ് കയറ്റാനായിട്ട്? അല്ല, പിന്നെ ഈ ഷീറ്റ് വെക്കുന്ന സ്ഥലത്തൊക്കെ ഈ ക്രെയിൻ കൊണ്ടുവയ്ക്കാൻ നിൽക്കണം, അതാ ബുദ്ധിമുട്ട്. അല്ലെ പിന്നെ ടവർ ക്രെയിനൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പൊ ടവർ ക്രെയിൻ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു വീട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പൊ ഈ ആരോഗ്യം കഴിഞ്ഞ ആരോഗ്യം ഉള്ളവരെ വിളിക്കാല്ലേ. ഇത്ര പണിയുള്ളൂ. ആരോഗ്യത്തിന് വേണ്ടിട്ടല്ല അനന്തു എത്ര 3 നേരം മീനും ചോറും അല്ലേ? ഇതാണ് കിച്ചൺ വിൻഡോ വരുന്നത്. ഈ ഒരു ഇതിൽ ഷീറ്റിലാണ് കിച്ചൺ വിൻഡോ വരിക. പോർഷനിലാണ് കിച്ചൺ വരുന്നത്.
ഇത് നമ്മളെ വൈക്കത്തുള്ള സൈറ്റാണ്. 2100 സ്ക്വയർ ഫീറ്റ് എടുത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയിട്ട് 10-14 ദിവസമായിട്ടുള്ളൂ. ഏകദേശം ഈ മാസം അവസാനം ആകുമ്പോഴേക്കിനെ നമുക്ക് മെയിൻ സ്ലാബ് ചെയ്യാൻ പറ്റും. ഇത് ഇവിടുത്തെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളതാണ്. അവിടെ നമ്മൾ ഗ്രില്ലാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കണ്ട അതേപോലെ തന്നെ ബാക്കിലും ഏകദേശം ഫുൾ ഗ്ലാസ്സാണ് വരിക ഹാളിൻ്റെ. ബാക്കി ഏകദേശം ചുമരുകളായിട്ടുണ്ട്. ഇനി ഇടയിൽ കുറച്ച് ചുമരും കുറച്ച് വർക്കുകളും കൂടി ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-20 ദിവസം കൊണ്ട് ഈ വീടിൻ്റെ ചുമരിൻ്റെ വർക്ക് തീരും. 2200 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്.